ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ വളരെ റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. റൂട്ട് അവസാനം വരേണ്ടത് മനസ്സിലാക്കുക, എക്സ് സ്ക്വയർ വരേണ്ടത്. ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സെയിം ആണ് തന്നെ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് സി എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് പഠിച്ചുകൂടാ, നല്ലോണം പഠിച്ചുകൂടാ. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ ആണ്, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ഈ ഇക്വേഷൻ അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റാനായി പോയത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നമുക്ക് ആദ്യം ആ എലിപ്സ് വരയ്ക്കാം. അത് ഞാൻ എക്സ് ആക്സിസ് വരച്ചു, പിന്നെ വൈ ആക്സിസ് വരച്ചു. ഓക്കെ, എലിപ്സ് എങ്ങനെയാണ് വരിക മക്കളെ? എലിപ്സ് ഇങ്ങനെയാണ് വരിക അല്ലെ, ഇങ്ങനെയാണ് ആ എലിപ്സ് വരിക. ഓക്കെ ഫൈൻ. ഫിഗർ ഒരു ശരിയായില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എലിപ്സ് വരിക. എലിപ്സ് കുറച്ച് നടുക്കാണ് വരേണ്ടത്. ഓക്കെ, എലിപ്സ് ശരിയല്ല. ഒരു മിനിറ്റ്. എൻ്റെ ഡ്രോയിങ് സ്കില്ല് ഭയങ്കര മോശമാണ് ഗൈസ്. ഓക്കെ, ഇപ്പൊ എലിപ്സ് കറക്റ്റ് ആയിട്ടുണ്ട്. നടുക്കേക്ക് സെറ്റായി. ഓക്കെ, നോക്കുക. ഈ പോയിന്റ് 0, ഈ പോയിന്റ് എ കോമ 0 ആണ്. ഈ പോയിന്റ് മൈനസ് എ കോമ 0, ഈ പോയിന്റ് 0 കോമ ബി, ഈ പോയിന്റ് 0 കോമ മൈനസ് ബി. ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ എലിപ്സിന്റെ ടോട്ടൽ ഏരിയ. എലിപ്സിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഈ പീസിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ പീസിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അത് ടോട്ടൽ 4 പാർട്സിൽ ഒരു പാർട്ടാണ്, 1/4 പാർട്ടാണ്. അതായത് ഈ ഏരിയനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എലിപ്സിന്റെ ഏരിയ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എലിപ്സ് എന്താ? ഏരിയ എത്രയാ വരിക? 4 ഇൻറ്റു എന്താ, ഈ ഒരു ഏരിയ. ആ ഒരു ഏരിയ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഈ ഒരു ഏരിയ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇന്റഗ്രേഷൻ ഓഫ് എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് സി. എവിടെ മുതൽ എവിടെ വരിക? 0 മുതൽ എ വരെ. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 0 to a. ഇന്റഗ്രേഷൻ ഓഫ് 0 to a എന്താ? ഈ കർവിന്റെ y dx അല്ലെ? നമുക്ക് y കിട്ടണം. y എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. അതിൽ നിന്ന് മക്കൾ y കണ്ടുപിടിക്കാം. അതിന് y കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ എന്താണ്? ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിൽ y കണ്ടുപിടിക്കുക എങ്ങനെയാ? ആദ്യം മക്കൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മാത്രം ലെഫ്റ്റ് സൈഡിൽ വരും, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1 ഉണ്ട്. അതിന്റെ അടുത്തോട്ട് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പോയ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഓക്കെ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എത്ര കിട്ടും? മൈനസ് ചെയ്തിട്ട് പറയാം, 1 ഇൻറ്റു എ സ്ക്വയർ ന്യൂമറേറ്ററിൽ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെയിം ഡിനോമിനേറ്റർ എ സ്ക്വയർ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വൈ ഡി എക്സ് അല്ലേ, വൈ അല്ലേ ഇടുന്നത്. അപ്പോൾ ബി സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പുറത്ത് വൈ സ്ക്വയർ മാത്രം ബാക്കി. ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ അങ്ങോട്ട് പോയാൽ ഇൻറ്റു ബി സ്ക്വയർ ആവും. അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു മറ്റേത് ബ്രാക്കറ്റിൽ എഴുതുക, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ വരും അല്ലെ? അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? വൈ സ്ക്വയർ അതാന്ന് മനസ്സിലായി. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാന്ന് മനസ്സിലായി. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ, ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ? അപ്പൊ എന്താ വരിക? ആൻഡ് സിൻസ് ഒ എ ബി എന്ന് പറയുന്നത് പോയിന്റ് ഇട്ട് കൊടുക്കുക. എ ബി പോയിന്റ് പേര് കൊടുത്താണേ. രണ്ട് പോയിന്റ് പേര് കൊടുത്തു, എയും ബിയും. അപ്പോൾ സെന്ററിന് ഇത് ഒ. അപ്പോൾ ഒ എ ബി ഏത് ക്വാഡ്രന്റില്ല? സിൻസ് ഒ എ ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാർട്ടറിലായിട്ട് നമ്മൾ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക? y ഈക്വൽ ടു പോസിറ്റീവ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സൈൻ ഇടുമോ? വേണ്ട, ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ +4 എന്ന് എഴുതുമോ? +4 എന്ന് എഴുതണ്ടോ? ഇല്ല, വെറും 4 4. അപ്പോൾ അതേപോലെ വെറുതെ എഴുതിയാൽ മതി. ഇനി റൂട്ടിനുള്ളിലുള്ള ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പുറത്തേക്ക് വന്നാൽ ബി ബൈ എ റൂട്ടിനകത്ത് ബാക്കി എന്താ? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബാക്കിയായി അല്ലേ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എന്തായിരുന്നു ഇക്വേഷൻ? 4 ഇന്റഗ്രൽ ഓഫ് 0 to a y dx. അതിൽ വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താ? 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to a. വൈൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? ബി ബൈ എ
റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതിൽ ബി ബൈ എ പുറത്തെടുത്തു. അപ്പോൾ എന്താ വരിക? 4b by a ഇന്റഗ്രൽ ഓഫ് 0 to a റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നിങ്ങൾ ഈ സാധനം എവിടെയും കണ്ടിട്ടുണ്ടോ? 0 to a റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് 0 to a റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 0 to a ഇല്ല, പക്ഷേ ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് മക്കളിവിടെ കണ്ടിട്ടുണ്ടോ? എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി അല്ലേ? അപ്പോൾ അത് തന്നെ നേരെ എഴുതി കൊടുക്കുക. എന്താ വരിക? 4b by a ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എന്താ എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി. ഇവിടെ വേണ്ട, കാരണം എന്താ? ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിട്ട് കൊടുക്കുക. 0 to a ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 4b ഡിവൈഡഡ് ബൈ a ഇൻറ്റു എന്താ വരും മക്കളെ? നോക്ക്, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആണ്. ആദ്യം അപ്പർ ലിമിറ്റ് എ ഇട്ട് കൊടുക്കുക. എക്സിൽ എടുത്തൊക്കെ എ ഇട്ട് കൊടുക്കുക. എക്സിൽ എടുത്തൊക്കെ നമ്മൾ എ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എ ബൈ എ റൂട്ട് ഓഫ് എ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും അല്ലേ? ശ്രദ്ധിക്കുക. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലടാ. ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റിക്കും. ഞാൻ ഇവിടെ എഴുതിയല്ലേ എക്സ് സ്ക്വയർ താഴോട്ട് കഴിയുമ്പോൾ ഞാൻ ബി സ്ക്വയറിനായി പോയി എഴുതിയത്. ഇത് എക്സ് സ്ക്വയർ അല്ലേ? ഓക്കെ, നോക്കുക. എക്സിൽ എടുത്തൊക്കെ ഞാൻ എ ഇട്ട് കൊടുക്കുക. എക്സിൽ എടുത്തൊക്കെ എ ഇട്ട് കൊടുക്കും. അതാ ഇവിടെ ഞാൻ എ ഇട്ടു, ഇവിടെ എ ഇട്ടു. അപ്പോൾ ഇതെന്തായി പോയി? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അത് 0 ആയിപ്പോയി. അപ്പോൾ 0 ഇൻറ്റു എ ബൈ 2 ഈ ടൈം മൊത്തത്തിൽ 0 ആയി പോകും. കാരണം ഇവിടെ എ ഇട്ട് കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അത് 0 ആയി പോകും. അപ്പോൾ ഈ ടോട്ടൽ ടൈം 0 ആയി പോയി. പിന്നെ ഇവിടെ എ കൊടുക്കുന്ന സമയത്ത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്താ? സൈൻ ഇൻവേഴ്സ് എ ബൈ എന്ന് വരും അല്ലെ? എ ബൈ എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എത്രയാ? സൈനിന്റെ വാല്യൂ എപ്പോഴാണ് 1 ആവുക? 0 1 0 1 പൈ ബൈ 2. അപ്പോൾ ഇത് പൈ ബൈ 2 ആണ്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 കിട്ടും. പൈ ബൈ 2 ഇൻറ്റു എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ ബൈ 2 വരും. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി കണ്ടില്ല അപ്പർ ലിമിറ്റ് എഴുതിയിട്ടുള്ളൂ. ഇനി ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ഇടുക. ഇത് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. എക്സിന് പകരം 0 ഇടുമ്പോൾ ഇവിടെ 0 വരും. അപ്പോൾ 0 ബൈ 2 എന്ന് പറഞ്ഞാൽ 0. അതേ ഇൻറ്റു ഇത് മൊത്തത്തിൽ 0 ആയിപ്പോയി. 0 ഇൻറ്റു സംതിങ് 0 ആയിപ്പോയി. പിന്നെ സൈൻ ഇൻവേഴ്സ് 0 ബൈ എ. സൈൻ ഇൻവേഴ്സ് 0 ബൈ എ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എത്രയാ? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇതും 0 ആയിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ 0 ആണ് കിട്ടുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ 4b ബൈ എ ഇൻറ്റു എന്താ ബാക്കിയുള്ളത്? എ സ്ക്വയർ ഇൻറ്റു പൈ. എ സ്ക്വയർ പൈ താഴെയോ 2 ഇൻറ്റു 2 4. ഇതാണ് ബാക്കിയുള്ളത് അല്ലേ? ഇനി മക്കൾ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 4ഉം കട്ടായി പോയി. എ സ്ക്വയറിൽ ഒരു എയും താഴത്തെ ഒരു എയും കട്ടായി പോയി. ബാക്കി എന്തൊക്കെ ഉണ്ട്? മേലൊരു പൈ ഉണ്ട്, ഒരു എ ഉണ്ട്, ഒരു ബി ഉണ്ട്. പൈ എ ബി ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ? പൈ എ ബി ബാക്കിയുണ്ട്. ആൻഡ് ഇതിന്റെ യൂണിറ്റ് എന്താ? ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ ആണ്. ആൻഡ് എന്താ യൂണിറ്റ് നമുക്കറിയില്ല. മീറ്റർ ആണോ എന്നൊന്നും അറിയില്ല, സെന്റിമീറ്റർ ഒന്നും അറിയില്ല. അപ്പോൾ സ്ക്വയർ യൂണിറ്റ്സ് കഴിഞ്ഞു. പൈ എ ബി സ്ക്വയർ യൂണിറ്റ്സ്. ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോട്ടെ. എന്നാലും നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം മക്കളെ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു എക്സ്. y സ്ക്വയർ ഈക്വൽ ടു 4x എന്നുള്ള ഫോമിലാണെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും നമുക്കറിയാം. y ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സും 0 ആണ് വരിക. അപ്പോൾ ഒറിജിനൽ ടച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ആവും ഗ്രാഫ് അല്ലെ? ഒറിജിനൽ ടച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ആവും ഗ്രാഫ്. ഇങ്ങനെ പോകും, പരാബോള അല്ലേ? ഇങ്ങനെ പോകും. ഓക്കെ, എന്താ? y സ്ക്വയർ ഈക്വൽ ടു റൂട്ട് എക്സ് ആ. y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്. y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആ. അപ്പോൾ y എത്ര വരും? y എന്ന് പറഞ്ഞാൽ റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ്. പക്ഷേ ഫസ്റ്റ് നമുക്ക് എന്ത് എടുക്കാം? നമുക്ക് എഴുതേണ്ട എന്താ? ഇതിന്റെ ഏരിയ. എവിടുത്തെ ഏരിയ നമുക്ക് എടുക്കേണ്ടത്? ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആൻഡ് ലൈൻസ് x ഈക്വൽ ടു 1 ഉം x ഈക്വൽ ടു 4 ഉം. x ഈക്വൽ ടു 1 ഉം x ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ y ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് മനസ്സിലാക്കുക. y ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. x ഈക്വൽ ടു 1 ഉം x ഈക്വൽ ടു 4 ഉം. x ഈക്വൽ ടു 1 ഉം x ഈക്വൽ ടു 4 ഉം. y ആക്സിന് പാരലായിട്ട് x ആക്സിലെ 1 എന്ന പോയിന്റ് കൂടെ x ആക്സിലെ 4 എന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ക്വാർട്ടറിലാണ് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്ലസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്താ? y ഈക്വൽ ടു വെറും റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? വെറും റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x റേസ് ടു 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് വരിക? ഇന്റഗ്രേഷൻ ഓഫ് എവിടെ നിന്നല്ല എവിടെ വരിക? x ഈക്വൽ ടു 1ന്റെയും x ഈക്വൽ ടു 4ന്റെയും ഇടയിലാണ് ഏരിയ അല്ലെ? അപ്പോൾ 1 to 4 ഇന്റഗ്രേഷൻ ഓഫ് 1 to 4 എന്താ വരിക? y dx അല്ലേ? y dx എന്ന് പറഞ്ഞാൽ x റേസ് ടു 1/2 dx വരും. ഓക്കെ അല്ലേ? ഇനി x റേസ് ടു 1/2 dx ഇന്റഗ്രേഷൻ എന്താ?
എക്സ് റേസ് ടു എന്നിന്റെ എക്സ് റേസ് n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. അപ്പോൾ 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1. അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എന്താ 1 to 4 അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് എക്സ് റേസ് ടു 1/2 പ്ലസ് 1 എത്രയാ? 1/2 പ്ലസ് 1 3/2. 3/2 ഡിവൈഡഡ് ബൈ 3/2. അടിയിൽ 3/2 വരും. അത് മേലോട്ട് എടുക്കുന്ന സമയത്ത് 2/3 ആയിട്ട് മാറി. അടിയിലുള്ള 3/2 മേലോട്ട് എടുക്കുമ്പോൾ ഐ മീൻ ഇവിടെ എന്ത് വരും? 3/2 വരും. അത് നേരത്തെ തലയിരിച്ച് എഴുതുമ്പോൾ അതായത് ഒരു നമ്പർ ഡിവൈഡ് ബൈ ഒരു ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. 3/2 റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക 2/3. അപ്പോൾ ഇതിന്റെ കൂടെ 2/3 വരും. ആ 2/3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. 2/3 ഇൻറ്റു ഓക്കെ, അടുത്ത പേജിൽ എഴുതാം. 2/3 ഇൻറ്റു എന്താ? എക്സ് റേസ് ടു 3/2 അപ്പർ ലിമിറ്റ് 4 ലോവർ ലിമിറ്റ് 1. ഓക്കെ, നേരെ കൊടുക്കുക. 2/3 ഇൻറ്റു ആദ്യം എക്സിന് പകരം 4 കൊടുക്കുക. അപ്പോൾ 4/3/2 മൈനസ് പിന്നെ എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 1/3/2. ഓക്കെ, 2/3 ഇൻറ്റു 4/3/2 എന്ന് പറഞ്ഞാൽ എന്താ? 4/1/2 ഹോൾ ക്യൂബാ. 4/1/2 ഹോൾ ക്യൂബാണ്. മൈനസ് 1/3/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ പവർ ഏത് വന്നാലും 1 ആണ് ആൻസർ. ഓക്കെ, 2/3 ഇൻറ്റു 4/1/2 എന്ന് പറഞ്ഞാൽ √4 അത് 2 ആണ്. അപ്പോൾ 2ന്റെ ക്യൂബ് എത്രയാ? 8. 8 മൈനസ് 1 അപ്പോൾ എത്ര വരിക? 2/3 ഇൻറ്റു 8 മൈനസ് 1 എത്രയാ? 7. അപ്പോൾ 2/3 7 14. 14/3 സ്ക്വയർ യൂണിറ്റ്സ് ആൻസർ വന്നു. 14/3 സ്ക്വയർ യൂണിറ്റ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ എല്ലാ മക്കളും ശ്രദ്ധിക്കുക, ഈ 2 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. കാരണം സർക്കിൾസിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സർക്കിൾസ് പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ സർക്കിൾസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സർക്കിൾസ് ഈ ചാപ്റ്ററിലെ മെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് പല പ്രാവശ്യം ചാപ്റ്റേഴ്സ് എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ സർക്കിൾസ് മാത്രം പഠിച്ചാൽ പോരാ, കാരണം ഇതും ചോദിക്കുന്നതാണ്. പല കുട്ടികളും സർക്കിൾസ് മാത്രം പഠിച്ചു പോകുന്ന ഒരു പ്രവണത ഉണ്ട്. സർക്കിൾസ് മാത്രം പഠിച്ചു പോകരുത്. സർക്കിൾസ് എന്തായാലും പഠിക്കണം. അതിന്റെ കൂടെ ഇതും കൂടെ എൻ്റെ മക്കൾ പഠിക്കണം. ഇത് രണ്ടും കൂടെ മക്കൾ പഠിച്ചിട്ട് പോയിക്കോളാം കേട്ടോ. രണ്ടും കൂടെ പഠിച്ചിട്ട് പോയിക്കോളാം. പരാബോള ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും എങ്ങനെ ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോളാം കേട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.